കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാനില്ല, അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിനെയാണ് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായിരിക്കുന്നത്. 20-ലധികം പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അവർക്ക് കാണാതായ കണ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരു മരണ വീട്ടിൽ പോയി തിരികെ എത്തുന്ന സംഘമാണ് വള്ളത്തിൽ അപകടത്തിൽപ്പെട്ടത്. വലിയ കാറ്റ് ഉണ്ടാവുകയും വള്ളം മറിയുകയും ചെയ്തു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടനെ തന്നെ മറ്റൊരു ചെറുവള്ളമെത്തി കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ ആളുകളെയൊക്കെ ഈ വള്ളത്തിനോട് ചേർത്ത് നിർത്തി അവരെ രക്ഷിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാ ആളുകൾക്കും നീന്തൽ അറിയാം എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കാണാതായ സുമേഷ് എന്ന കണ്ണൻ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് ഒരു ദൃക്സാക്ഷി പറയുന്നത് നമ്മൾ കേട്ടു. ഏതായാലും കണ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. നീന്തൽ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തുരുത്തിൽ കണ്ണൻ നിൽക്കുന്നുണ്ടാകാം എന്നാണ് കരുതുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ടോബി ജോൺസൺ, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, ഇപ്പോൾ ഈ മണിക്കൂർ കുറച്ചായി അപകടം നടന്നിട്ട് ഒരേ ഒരാളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അത് കണ്ണൻ എന്ന സുമേഷാണ്. കണ്ണന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ആ വള്ളത്തിൽ യാത്ര ചെയ്ത ആരെങ്കിലും കണ്ണനെ കണ്ടവരുണ്ടോ? മാത്രമല്ല, കണ്ണൻ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് നേരത്തെ ഒരാൾ പറയുന്നതും കേട്ടു. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം, ടോബി? ഗോപി, തീർച്ചയായിട്ടും ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരായിട്ട് കരയിലെത്തി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ സാധിക്കും. ഔദ്യോഗികമായി തന്നെ തഹസിൽദാരും MLA യും ഒക്കെ അക്കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഈ ഒരു കരയിലേക്ക്, അതായത് ഈ വള്ളം ഈ ഒരു കരയുടെ തൊട്ടടുത്തായിട്ടാണ് മറിഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ഇവിടേക്ക് രക്ഷപ്പെട്ട് വന്നത് 19 പേരാണ്. മറുകരയിലേക്ക് 3 പേരും രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതിന് ഒരാളാണ് കാണാനില്ല എന്ന് പറയുന്നത്. എന്തായാലും ആ കണ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. MLA യും അതുപോലെ തന്നെ കോട്ടയം SP യും അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ രക്ഷപ്പെട്ടവരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2 മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 മണി കഴിഞ്ഞ് ഈ ഒരു മരണച്ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ നിന്നും എളുപ്പമാർഗം എന്ന നിലയിൽ വരുന്ന വഴിയിലായിരുന്നു ഈ ഒരു അപകടം നടന്നതെന്നാണ് മനസ്സിലായത്. നമ്മളോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു ചേട്ടനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സമയത്തല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോറ് നിന്നിരിക്കുമ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, ഒച്ച കേൾക്കൊണ്ട് അയ്യോട്ട് കേൾക്കണം, വള്ളം മുങ്ങിന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ വള്ളം മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഒരാളൊന്ന് ഒച്ച എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ വീട്ടിൽ വള്ളം ഉണ്ടായിരുന്നു, വള്ളത്തെ കയറി. അപ്പോൾ എൻ്റെ അയൽവക്കത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്ന്, അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി വന്നിട്ടാണ് ഈ വള്ളത്തെ ചെല്ലുമ്പോൾ വേറൊരു വള്ളം വന്ന് രക്ഷപ്പെടുത്താനായിട്ട് അടുത്ത് കിടപ്പുണ്ട്. ആ വള്ളത്തിൽ പിടിച്ച് കിടക്കേ വെള്ളത്തിൽ ഇവർക്ക് കയറാനൊന്നും പറ്റണില്ല. അപ്പം പിന്നെ ഞങ്ങൾ വള്ളം അടുപ്പിച്ച് ഞങ്ങൾ പിടിച്ച് വലിച്ച് ഞങ്ങളുടെ വള്ളത്തിൽ ഒരു 3-4 പേരെ പെണ്ണുങ്ങളെ വലിച്ച് കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിക്കുകയത്. നല്ല തിരയുണ്ടായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ തിരയുണ്ടായിരുന്നു. ഒറ്റക്കാണ് ചെല്ലണമെങ്കിൽ അടുക്കാൻ പറ്റിയല്ല. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ടാണ് ഒരാൾ തുഴ കൊണ്ട് അടുപ്പിക്കാനും പറ്റും. വലിയ വെള്ളമല്ലായിരുന്നു, മോട്ടോർ വെച്ച അത് മോട്ടോർ വെച്ച വെള്ളമാണ്. ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? പിള്ളേരോ ആരെങ്കിലും ഉണ്ടായിരുന്നു? പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഒരാളെ കാണുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളും അടക്കം ഉണ്ടായിരുന്നു. ഉണ്ട്. അവർ ഈ വള്ളത്തെ പിടിച്ചു കിടക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ വേറൊരു വള്ളത്തെ പിടിച്ചു കിടക്കുക. മറ്റേ വള്ളം മുങ്ങിപ്പോയി. അവര് പോയ വള്ളം മുങ്ങിപ്പോയി. പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയി, പിടിച്ചു കിടക്കി. എന്റെ പേര് രാമചന്ദ്രൻ. എത്ര സമയം, ഏത് സമയത്താണ്? 2 മണി കഴിഞ്ഞു. ഗോപികൃഷ്ണൻ, അതാണ് ഇവർ പറയുന്നത്. അതായത് അവർ സഞ്ചരിച്ചിരുന്ന ആ മോട്ടോർ വെച്ച വള്ളം മുങ്ങിപ്പോയിട്ടുണ്ട്. അതിനുശേഷം അവിടെ രക്ഷാപ്രവർത്തനം, നേരത്തെ നമ്മൾ ആ രക്ഷപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഒരു കക്ക വരുന്നൊരു വള്ളം അവിടേക്ക് വരികയും അതിൽ പിടിച്ചു കിടക്കാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ ആ വള്ളത്തിൽ കൃത്യമായി പിടിച്ചു കിടക്കാൻ സാധിച്ചത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം സാധ്യമായത്. സ്ത്രീകളടക്കമുള്ളവർ ഈ വീടിനുള്ളിലുണ്ട്. ഏകദേശം 19ഓളം പേര് ഇവിടെ ഒരു വീട്ടിലുണ്ട്. 3 പേർ അപ്പുറത്തെ കരയിലാണ്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരാശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഈ 22 പേരും സേഫാണ്. പക്ഷെ ഒരാളെ കുറിച്ചുള്ള അന്വേഷണം, ചേട്ടാ ഒരാളാണോ? കണ്ണൻ എന്ന് പറഞ്ഞ ആള് സാറേ, എല്ലാവർക്കും ഒരുവിധം നീന്താൻ അറിയാവുന്ന ആൾക്കാരായിരുന്നു. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ സ്ഥിരമായിട്ട് അവരുടെ നാട് നേരെ പടിഞ്ഞാറക്കരയാണ്, പാളാഴി എന്ന് പറയും. പക്ഷെ അവര് എല്ലാവരും കൂടി ഈ വള്ളത്തിൽ നിന്ന് ഒരു മരണാവശ്യം കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ നിന്ന് തിരയെന്ന് പറഞ്ഞ ഭയങ്കര തിരയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ. അപ്പൊ ആ കണ്ണൻ ആ പലകെ പിടിച്ച് നീന്തിയെന്ന് പറയാനുണ്ട് അവര്. പക്ഷെ ഞാനൊരു 3 പേരെ വലിച്ചു കയറ്റി. ഷർട്ടും മുണ്ടൊക്കെ തന്നെ ആയിരുന്നു. എങ്കിലും ഇപ്പൊ ഉണങ്ങി തിരിച്ച് എല്ലാവരും കുറച്ചു പേരെ കിട്ടി. പക്ഷെ എല്ലാവരും രക്ഷപ്പെട്ടെന്നാ പറഞ്ഞത്. പക്ഷെ കണ്ണൻ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കട്ടിയില്ല. സ്ഥിരം ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട് സാറ്? ഒരു മരിപ്പുണ്ട് അവിടെ. അവിടെ ഒരു മരിപ്പുണ്ട്. ആ മരിപ്പിന് വന്നതാ ആ പാണാവള്ളിന്നേ. അല്ലാണ്ട്
സ്ഥിരമായിട്ട് പോകാറില്ല ഇവിടെ വഴിയാണ്. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ എല്ലാ ദിവസവും 5, 6, 7 ശക്തമായിട്ടുള്ള തിരയുണ്ടായിരുന്നു ഇന്ന് നല്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര. എന്തായാലും അതാണ് പറയുന്നത്, ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തിരയുണ്ടാകുന്നത് എന്നാണ് നമുക്ക് പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം CK ആശ കൂടി ഇവിടുത്തെ MLA കൂടി ചേരുന്നുണ്ട്. MLAയോട് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായ ഔദ്യോഗിക സ്ഥിതി വിശദീകരിച്ച് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് വള്ളത്തിന്റെ ഇരു സൈഡിൽ കൂടി വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല കാറ്റാണ്, കാറ്റ് മുഖാന്തരമായിരിക്കാം ഒരുപക്ഷെ വെള്ളം ചരിഞ്ഞ് വെള്ളം കയറാണ്ടായ സാഹചര്യം ഉണ്ടായത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് കൂടുതൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാവരും സേഫാണ്. അവർ പറഞ്ഞ് ആ വള്ളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞതനുസരിച്ച് 23 പേരാണ്, വള്ളക്കാരൻ ഉൾപ്പെടെ. അതിൽ 22 പേരും സുരക്ഷിതരാണ്. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ് ഇപ്പോൾ ഇത്രയും സമയമായിട്ട്. 23ാമത്തെ ആള് എല്ലാം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ എല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആർക്കും ഇപ്പൊ ഞാൻ സംസാരിച്ചു, ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇല്ല ആരും തന്നെ പോയിട്ടില്ല. എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, ഫയർഫോഴ്സിന്റേതും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ ഈ തദ്ദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ടീമുണ്ട്. സ്കൂബ സെറ്റ് ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഈ ഒരു മാർഗം എന്ന് പറഞ്ഞാല് അത് ചേർത്തല താലൂക്കാണ്. ചേർത്തല താലൂക്കിലാണ് പാനാവള്ളി എന്ന് പറയുന്നത്, വേമ്പനാട്ട് കായലിന്റെ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വരാനായിട്ട് നമുക്ക് ഇവിടെ ബോട്ട് സർവീസാണ് വൈക്കത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ അവര് എളുപ്പം മാർഗം എന്ന തരത്തിൽ അവര് എല്ലാവരും കൂടി ബന്ധുക്കൾ എല്ലാവരും കൂടി ചേർന്നൊരു വള്ളം എടുത്ത് അവര് മരണാനന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ്. ആഴക്കൂടുതലാണ്, വേമ്പനാട്ട് കായലാണല്ലോ. മാത്രമല്ല ആള് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 23 പേര് വള്ളക്കാരൻ ഉൾപ്പെടെ ഉണ്ട്. അത് വള്ളത്തിന്റെ കപ്പാസിറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വള്ളത്തിന്റെ ഇരുവശങ്ങളിലൂടെ വെള്ളം കയറിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതാണ് MLAയുടെ ഒരു വിശദീകരണം, ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമായി തന്നെ നമുക്കതിനെ കാണാം. 23 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 22 പേരും സേഫാണ് എന്നുള്ള വിവരമാണ്. ഒരാൾ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് പറഞ്ഞത്. നമ്മൾ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഈ 2 വശത്തുകൂടിയും വെള്ളമകത്തേക്ക് തിരമാല പോലെ അടിച്ചു കയറി എന്നാണ് പറയുന്നത്. സ്ത്രീകളടക്കമുള്ളവർ അവിടെ അതിന്റെ ആ വള്ളത്തിന് നടുക്ക് ഇരുന്നു. എന്നിട്ടും കാര്യമുണ്ടായില്ല. മുൻവശം താഴ്ന്ന് ഈ വള്ളം അങ്ങ് മുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ 2 സൈഡിലേക്കും ആളുകൾ ചാടി. അപ്പോൾ അവിടെ കക്ക വാരിക്കൊണ്ടിരുന്ന ഒരു വള്ളം ആ സ്ഥലത്തേക്ക് വന്നു. ആ വള്ളത്തിൽ പിടിച്ച് ഇവരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു, നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷേ എവിടേക്കാണ്, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതല്ല മറ്റ് ഈ കായലിലും ഈ പ്രദേശത്തുമെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത നേരത്തെ MLA പറഞ്ഞതുപോലെ തന്നെ ഈ കായലുമായി ചേരുന്ന ഒരു പ്രദേശമാണ്, മൂവാറ്റുപുഴയാർ ചേരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം തിരയും ഒഴുക്കുമെല്ലാം ഉള്ള ഒരു ഭാഗമാണ്. അതാണ് ഒരു വലിയൊരു ആശങ്കയായത്. എന്തായാലും ഇവർക്കെല്ലാം ഈ കരയിലേക്ക് കയറാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമായ ഒരു വാർത്തയായിട്ട് കാണുന്ന ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജലമാർഗമല്ല. അവരൊരു എളുപ്പമാർഗം എന്ന നിലയ്ക്ക് ആ വള്ളം വിളിച്ച് അവിടേക്ക് വന്ന് മടങ്ങുകയായിരുന്നു. എല്ലാവരും ഈ വള്ളവുമായൊക്കെ അല്ലെങ്കിൽ ഈ വെള്ളവുമായൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ വലിയൊരു ആ സമയത്ത് ഒരു ആശങ്ക ഉണ്ടാകുക, പെട്ടെന്ന് ഒരു പാനിക് ആകുകയോ ഒന്നും ചെയ്തില്ല. കൃത്യമായി അവർക്ക് ആ വെള്ളം തിരിച്ചറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട് മനധൈര്യം കൊണ്ട് രക്ഷപ്പെട്ട് കയറാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് അവർ മാറിയിട്ടില്ല.